ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ട്രേഡ് വീഡിയോ കേട്ടോ. USD JPY നമുക്ക് എല്ലാ ആഴ്ചയും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രേഡ് കിട്ടാറ്. സോ ഈ ആഴ്ച അത് തെറ്റിച്ചിട്ടില്ല. കറക്റ്റായിട്ട് ഈ ആഴ്ചയും നമുക്കൊരു ട്രേഡിന്റെ അവസരം കിട്ടിയിട്ടുണ്ട്. സോ എങ്ങനെയാണ് എങ്ങനെ അത് നമുക്ക് ഇടാം, എങ്ങനെ കൺഫർമേഷൻ കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ SL, TP, ലോട്ട് എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ USD JPY ഈ എൻട്രി ഉള്ളത് കേട്ടോ. USD JPY നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കൊരു ബ്രേക്കോ സ്ട്രക്ചർ ഇവിടെ കിട്ടിയത്. ഓക്കെ, ബ്രേക്കോ സ്ട്രക്ചർ കിട്ടി. ബ്രേക്കോ സ്ട്രക്ചർ കിട്ടുമ്പോൾ OB കിട്ടുമല്ലോ. OB കിട്ടി. പക്ഷേ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ടില്ല. OB കിട്ടി. ഓക്കെ, OB കിട്ടി. ഇനിയിപ്പോൾ കൺഫർമേഷൻ എൻട്രിക്കുള്ള ലൈനാണ് ഇവിടെ കാണുന്നത്. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എൻട്രി ഇടും. ഓക്കെ, സോ 5 മിനിറ്റ് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു എൻട്രി പൊസിഷൻ. സോ ഇതാണ് എൻട്രി പൊസിഷൻ. ഡബിൾ ടോപ്പായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. സോ എന്തായാലും അടിയിലോട്ട് വരാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, സോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അടിയിലോട്ട് വരും എന്നുള്ളത്. ഇതിൻ്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത്, ഈ ഒരു ലെവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഇടാൻ പോണത് 0.03 ആയിരിക്കും. ഓക്കെ, 0.03 അല്ലെങ്കിൽ 0.04. ഓക്കെ, അല്ലെങ്കിൽ 0.04 ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ അതായത് ഇത്ര തന്നെ ഇടുമ്പോൾ നമ്മൾ ഏകദേശം SL വെക്കുന്നത് ഏകദേശം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ $20 SL വെക്കുന്നത്. ഓക്കെ, $20 SLും ഏകദേശം ഒരു $10-60 എങ്ങാനും 1:3 റേഷ്യോ ആവുമല്ലോ. $10-60 എങ്ങാനും പ്രോഫിറ്റ് ടാർജറ്റും ആണ് വെക്കുന്നത്. 1:3 1:4 റേഞ്ച് എന്തായാലും ഉണ്ടാവും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എത്രയാണ് ഇതിൻ്റെ ഇതെന്ന് പറയാൻ പറ്റുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ റേഞ്ചിൽ നമ്മൾ SL വെക്കുകയാണെന്നുണ്ടെങ്കിൽ 300-400 കൂട്ടാം. ഓക്കെ, സോ 1:3 1:4 റേഞ്ചാണ് ഇതിൻ്റെ എന്താ പറയണേ സംഭവങ്ങൾ വരുന്നത്, അതായത് പ്രോഫിറ്റ് ടാർജറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കൺഫർമേഷൻ കിട്ടുക എവിടെ നിന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ലിക്വിഡിറ്റി കയറി എടുത്തിട്ടായിരിക്കും നമുക്ക് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇറങ്ങാനുള്ള ചാൻസും ഉണ്ട്. സോ കൺഫർമേഷൻ കിട്ടുമ്പോഴേ നമ്മൾ എൻട്രി ഇടുള്ളൂ. നമ്മൾ എന്തായാലും ഡിസ്കോഡ് ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും ഡിസ്കോഡ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്കോഡ് ഗ്രൂപ്പിൽ നമ്മൾ എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നമ്മൾ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. സോ ഈ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായി മറക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്കോഡിൽ ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും.